നടൻ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരായ പീഡന ആരോപണങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത്. ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തും രാജിവെച്ചു. ഇരുവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തേക്കുമെന്ന വിവരവും പുറത്തു വരുന്നു. സിനിമയിലെ വമ്പന്മാരെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി സിനിമയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു യുവതി എത്തിയിരുന്നു. മഹാനടൻ തിലകൻ്റെ മകൾ സോണിയ തിലകൻ. സോണിയയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് മലയാളി കേട്ടത്. സിനിമയിലെ ചൂഷണത്തിൻ്റെ യഥാർത്ഥ ചിത്രം വെളിവാക്കുന്നതായിരുന്നു മഹാനടൻ്റെ മകളുടെ വെളിപ്പെടുത്തൽ. അതും അച്ഛനിൽ നിന്ന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു നടനിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റം അമ്പരപ്പിച്ചെന്നാണ് സോണിയ തിലകൻ പറഞ്ഞത്. തിലകൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നുമായിരുന്നു സോണിയയുടെ ആരോപണം. സോണിയ തിലകൻ്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ: അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചു, അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്നൊക്കെ പറഞ്ഞു. മോളെ എന്നൊക്കെ വിളിച്ച് ബഹുമാനത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെയാണെന്ന് മനസ്സിലായി. സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവമുണ്ടായി. ഞാൻ അവരുടെ സുഹൃത്തിൻ്റെ മകളാണ്. എന്നിട്ടും തനിക്ക് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായെന്നാണ് സോണിയ പറഞ്ഞത്. എന്നാൽ ആ നടൻ്റെ പേര് സോണിയ തിലകൻ വെളിപ്പെടുത്തിയിട്ടില്ല. സോണിയയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആ നടൻ ആരാണെന്നതിനെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. എന്നാൽ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഈ നടനെക്കുറിച്ചുള്ള സൂചന ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് സംസാരം. രേവതി സമ്പത്ത് സിദ്ദിഖിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ: +2 കഴിഞ്ഞ ശേഷമാണ് സിദ്ദിഖിനെ വിളിച്ചത്. അദ്ദേഹം തന്നെ സംസാരിച്ച് ഗ്രൂം ചെയ്തെടുക്കുകയായിരുന്നു. മോളെ എന്നൊക്കെ വിളിച്ചായിരുന്നു സംസാരിച്ചത്. വാട്സപ്പിൽ ധാരാളം മെസ്സേജുകൾ അയക്കുമായിരുന്നു. പിന്നീടാണ് എന്നെ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതും പീഡിപ്പിച്ചതും. ഇങ്ങനെയാണ് രേവതി സമ്പത്ത് പറഞ്ഞത്. രേവതി സമ്പത്തിൻ്റെ ഒരു പരാമർശമാണ് സോണിയയോട് മോശമായി പെരുമാറിയ തിലകൻ്റെ സുഹൃത്തായ നടൻ സിദ്ദിഖാണോ എന്ന സംശയം പലരും പങ്കുവയ്ക്കാൻ കാരണം. സിദ്ദിഖിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അയാളുടെ പ്രത്യേകത, മോളെ എന്നുള്ള വിളിയും വാട്സപ്പിൽ അയക്കുന്ന വൃത്തികെട്ട മെസ്സേജുകളുമാണ്. ഇങ്ങനെയാണ് രേവതി സമ്പത്ത് സിദ്ദിഖിനെക്കുറിച്ച് പറഞ്ഞത്. തന്നോട് മോശമായി പെരുമാറിയ ആ നടൻ ആരാണെന്ന് സോണിയ തിലകൻ വെളിപ്പെടുത്തിയേക്കാം. ഇപ്പോൾ പ്രചരിക്കുന്നത് വെറും ഊഹം മാത്രമാണ്. സിദ്ദിഖിനെതിരെ മറ്റ് നിരവധി സ്ത്രീകൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് രേവതി സമ്പത്ത് തന്നെ പറയുന്നുണ്ട്. എന്തായാലും സിനിമയിലെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പ്രവൃത്തികൾ സിനിമാ മേഖലയ്ക്ക് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുന്നു. ആ ചീത്തപ്പേര് മാറ്റേണ്ടത് സിനിമാക്കാർ തന്നെയാണ്. കാരണം സിനിമാ വ്യവസായം നിലനിൽക്കേണ്ടത് സിനിമാക്കാരുടെ ആവശ്യമാണ്, പ്രേക്ഷകരുടേതല്ല. അതിനിടെ രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിൽ സിദ്ദിഖിനെതിരെ കേസെടുത്തേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ആരോപണം അതീവ ഗുരുതരമാണ്. നടി പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പരാതി നൽകിയില്ലെങ്കിൽ പോലും കേസെടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് രക്ഷാകവചം ഒരുക്കിയ സിദ്ദിഖിന് ദിലീപിൻ്റെ വിധിയാണോ ഉണ്ടാകാൻ പോകുന്നത്? കേസെടുത്താൽ സിദ്ദിഖ് ജയിലിൽ പോകേണ്ടി വരും. മാത്രമല്ല, സിദ്ദിഖിൽ നിന്നും പീഡനം നേരിട്ട മറ്റുള്ളവരും പരാതിയുമായി മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്.